പ്രിയ കലാസ്നേഹികളെ, കൊട്ടേഷൻ തിയേറ്റേഴ്സിന്റെ ഈ നാടകത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ചക്രപന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാരാ, നിൻ മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്രപന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാരാ. മാന്യ സദസ്, കേരളത്തിലെ ജയിലുകളിൽ കിടന്ന് നരകിക്കുന്നവർക്കും ധീരമായ ശത്രുക്കളുടെ വെട്ടേറ്റ് മരിച്ച ഞങ്ങളുടെ ഗുണ്ടാ ഗുരുക്കന്മാർക്ക് മുന്നിൽ ഞങ്ങൾ ഈ നാടകം സമർപ്പിക്കും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വേദികളിൽ കമ്മിറ്റിക്കാർക്ക് മുന്നിൽ നെഞ്ചു പിരിച്ചു നിന്ന് ചങ്ക് കലക്കി പാരമ്പര്യമുള്ള കൊട്ടേഷൻ തിയേറ്റേഴ്സിന്റെ ഈ നാടകം നിനക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാ മതി. ഈ നാടകം കണ്ടാൽ കൂവാതിരിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. കൂവണമെന്ന് തോന്നുന്നവർ സ്റ്റേജിന് പുറകുവശത്ത് ഒരു പറമ്പുണ്ട്, അവിടെ പോയി സമാധാനമായിട്ട് കൂവിയിട്ട് വരിക. ഞങ്ങളുടെ ഈ നാടകം ബുക്ക് ചെയ്തതിന് ശേഷം ഇവിടുത്തെ കമ്മിറ്റിക്കാർ കരാട്ടെ പഠിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഡ്രൈവർ മരപ്പട്ടി സാബുവിന്റെ ശ്രദ്ധയ്ക്ക്, കമ്മിറ്റിക്കാർ കൂട്ടം കൂട്ടമായി സ്റ്റേജിന് പുറകിലേക്ക് വരുന്നത് കണ്ടാൽ സ്ഥിരമായി നമ്മൾ ചെയ്യുന്നത് പോലെ വണ്ടിയുടെ ഡോർ തുറന്നിട്ട് ശേഷം സ്റ്റാർട്ടാക്കിയിടുക. ഞങ്ങൾ ആരംഭിക്കട്ടെ. കൊട്ടേഷൻ തിയേറ്റേഴ്സ് പ്രൗഡ്ലി പ്രസൻസ് ഉപദ്രവിച്ചാലും ഇല്ലെങ്കിലും അഥവാ ദയവ് ചെയ്ത് ഉപദ്രവിക്കല്ലേ. എന്റെ കൊട്ടേഷൻ ദൈവങ്ങളെ, എത്ര കാലമായി നല്ലൊരു വെട്ടും കുത്തും കണ്ടിട്ട്. പണ്ട് നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് സ്ലേറ്റ് പെൻസിൽ കൊണ്ട് ടീച്ചറുടെ കയ്യിൽ കുത്തി കടന്നു കളഞ്ഞു. പിന്നീട് എന്നെ നന്നാക്കാൻ ശ്രമിച്ചവരെയൊക്കെ ഞാൻ തലങ്ങും വിലങ്ങും വെട്ടിവീഴ്ത്തി. പക്ഷെ ഇന്നോ ഞാനൊരു പല്ലു കൊഴിഞ്ഞ സിംഗമായി. സിംഗം ഭവാനി, എടി ഭവാനി. എന്താ? ചെയ്യല്ലേ. ഞാൻ അടുക്കളയിൽ മീൻ വെട്ടുകയായിരുന്നു. ഇപ്പൊ ഞാൻ പേടിച്ച് ചത്തുപോയേനെ. ചായ നിങ്ങൾക്ക് കടിക്കാൻ എന്തെങ്കിലും? വേണ്ട, കടി ചോദിച്ച് ഞാൻ എന്റെ തടി കേടാക്കുന്നില്ല. ഇന്ന് വെട്ടാൻ എന്താണുള്ളത്? മലപ്പുറം കത്തി കൊണ്ടരിഞ്ഞ ബീഫും ചായക്കടയിൽ നിന്ന് വാങ്ങിയ പെറോട്ടയും. നമ്മുടെ മൂത്ത മോനെവിടെ? അവനെ വിളിക്ക്. അവൻ ഇവിടെ ഇല്ല. എവിടെ പോയി? അവൻ മാർക്കറ്റിൽ ഒരാളെ കുത്താൻ പോയിരിക്കുക. എങ്ങനെയാണെന്ന് മെഡിക്കൽ കോളേജ് വരെ ഒന്ന് പോയിട്ട് വരാം. അതെന്തിനാ? അവനെ ഒന്ന് കാണാൻ. നിങ്ങൾ ഒറ്റ ഒരുത്തിന് അവനെ ഇങ്ങനെ വഷളാക്കുന്നേ. ഇന്ന് രാവിലെ അവൻ പറയുക അവന്റെ അച്ഛനെ കൊന്നിട്ടേ അവൻ ഇനി ഉറങ്ങത്തുള്ളൂ എന്ന്. ഭവാനി, എന്തിനാടി അവൻ എന്നെ കൊല്ലുന്നത്? നിങ്ങളെ അല്ല, അപ്പുറത്തെ രാഘവേട്ടനെയാ. ഭവാനി, എന്താ? നിന്നെ ഫോൺ വിളിച്ച് ഇടയ്ക്കിടെ അനാവശ്യം പറയുന്ന അജ്ഞാതൻ ഇനി മുതൽ നിന്നെ വിളിക്കില്ല. നിങ്ങൾ അയാളെ കണ്ടുപിടിച്ചോ? അതല്ല, നീ പത്രം നോക്ക്, വണ്ടി ഇടിച്ച് അജ്ഞാതം മരിച്ചു എന്ന്. എന്നോട് കളിക്കേണ്ടത് പോവാൻ നോക്ക്. എന്താടി, ആരാടി പുറത്ത് കിടന്ന് ബഹളം വയ്ക്കുന്നത്? നമ്മുടെ മൂത്ത മകനാ. എവിടെയായിരുന്നടാ നീ 2 ദിവസം? ഞാൻ 2 ദിവസമായിട്ട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിലായിരുന്നു. മിടുക്കൻ, നീയാണടാ ആൺകുട്ടി. ഇവിടുത്തെ SI-ക്ക് ഞാൻ എന്റെ കൈത്തഴം പറയിച്ചു കൊടുത്തു. ആട്ടെ, എന്താണ് നിന്റെ നെറ്റിയിലൊരു പാട്? ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ ശല്യമായ ഗുണ്ടാരാജുവുമായി മാർക്കറ്റിൽ വെച്ച് ഏറ്റുമുട്ടി അവനെയും ഞാൻ എന്റെ കൈത്തഴം പറയിച്ചു കൊടുത്തു. മോനെ, നീ കൊട്ടേഷൻ തറവാടിന്റെ ഭാഗ്യമാടാ. ആട്ടെ, എന്താടാ നിന്റെ ചുണ്ടു മുറിഞ്ഞിരിക്കുന്നത്? ഇതോ 8 കേസിൽ പ്രതിയായ തട്ടുകിടക്കാരൻ കുട്ടപ്പന്റെ കടയിൽ നിന്ന് മുട്ട വാങ്ങി കഴിച്ചിട്ട് കാശ് കൊടുക്കാത്തതിന് അവനുമായിട്ട് ചെറുതായിട്ടൊന്ന് ഉരസി അവനെയും ഞാൻ എന്റെ കൈത്തടം പറയിച്ചു കൊടുത്തു. മോനെ, നീ എവിടെയായിരുന്നടാ? വേണ്ട, എനിക്ക് കാണണ്ട നിങ്ങളെ. എന്റെ കൈത്തടം പറയണ്ടെങ്കിൽ കേറി പോകാൻ നോക്ക്. വന്നപ്പോൾ മുതൽ നീ പറയുന്നതാണല്ലോ ഈ കൈത്തഴമ്പിന്റെ കാര്യം. പറയടാ, ഇതെങ്ങനെയാടാ ഉണ്ടായത്? ഇതുപോലെ അടി കിട്ടുമ്പോ ഓരോരുത്തരുടെ കൈയും കാലും പിടിച്ചുണ്ടായ തഴമ്പ, അല്ലാതെ ഞാനൊരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല. എനിക്ക് പേടിയാ. ഇവിടെ ആരുമില്ലേ? കരയാടാ, ആരോ വരുന്നടാ. എന്താ? ഒരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു. അച്ഛാ, ഇവരോട് ആ കൊട്ടേഷന്റെ നൊട്ടേഷൻ എഴുതി വാങ്ങിക്ക്. അതിരിക്കട്ടെ, ആണാണോ പെണ്ണാണോ? എത്ര വയസ്സ് പ്രായമുണ്ട്? 65. 65. ഒരു ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു.
മോനെ ഇതാരെന്ന് മനസ്സിലായോടാ? എവിടെ നോക്കട്ടെ. ആ ഇതാരാ? നിന്റെ അച്ഛനാടാ. ഇതെന്റെ ഫോട്ടോയാണല്ലോ ഈശ്വര. ആരാടാ നിനക്കൊക്കെ ഈ കൊട്ടേഷൻ തന്നത്? മാർക്കറ്റിലെ ഗുണ്ടാ ബാബു. അവൻ നിങ്ങൾക്ക് എത്ര രൂപ തന്നടാ എന്നെ കൊല്ലാൻ? 15,000. അപ്പോ എനിക്ക് 15,000 രൂപ വിലയേ ഉള്ളൂ. ഒരേ ഒറ്റ ഒരുത്തനെ വെറുതെ വിടരുത്. രണ്ടും കൽപ്പിച്ച് ഈ തറവാട്ടിലേക്ക് കേറി വന്ന ഇവന്മാരെ വെറുതെ വിടരുത് മക്കളെ. അച്ഛാ പോയി എടുത്തോണ്ട് വേടാ. ചരിത അവിവേകം ഒന്ന് കാണിക്കരുത്. എടുത്തോണ്ട് വേടാ. അച്ഛാ അച്ഛാ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ അച്ഛാ. അച്ഛന്റെ ഈ കടുത്ത തീരുമാനം. വേണ്ട, ഇനി ഒന്നും ആലോചിക്കാനില്ല. നീ അധികെടുക്ക്. ഇവിടെ തരാൻ ദാ, ഇത് 20,000 രൂപയുണ്ട്. ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യല്ലേ. അലമാരിയിൽ നിന്ന് കാശ് ആരാ എടുത്തത്? ഞാനാ എടുത്തത്. എന്തിനാ എടുത്തേ? എന്റെ ജീവൻ രക്ഷിക്കാൻ. നിനക്ക് കാശാണോ വലുത്, ഞാനാണോ വലുത്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കാശാ വലുത്. ഈശ്വരാ, അച്ഛാ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങി ഫുട്ബോൾ കളിച്ചു. കളിക്കിടയിൽ എനിക്ക് ഒരുത്തനുമായിട്ടൊന്ന് ഏറ്റുമുട്ടേണ്ടി വന്നു. അവസാനം അവനെയും ഞാൻ എന്റെ കൈത്തളം പറയിച്ചു. എത്ര രൂപ ചെലവായാലും നാളെ അവനൊരു പണി കൊടുത്തേ വെക്കൂ. എന്റെ മോന്റെ ശരീരത്ത് തൊട്ടവൻ ഏതവനായാലും രാവിലെ 10 മണിക്ക് മുമ്പ് അവന്റെ സ്റ്റോറി ഞാൻ തീർത്തിരിക്കും. അതെ, അവനെ എവിടെ ചെന്നാ കാണാൻ പറ്റുവടാ? കുന്നംകുളത്തെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വൈകിട്ട് 4 മണിക്ക് ചെന്നാൽ അവനെ കാണാൻ പറ്റും. ഓഹോ, അവൻ അവിടുത്തെ അധ്യാപകനാണല്ലേ? അല്ല, അവിടെ LKG പഠിക്കണ മനു എന്റെ ചെവിയിൽ നുള്ളി. ഇത് കണ്ട ചോന്ന് കിടക്കണത്. ഈശ്വരാ, ഈ തറവാടിന്റെ മാനം കാക്കാൻ ആരുമില്ലേ? ഞാനുണ്ട്. നീ ആരാ? ഞാനാരാ എന്നറിയണമെങ്കിൽ നിങ്ങളുടെ മോളെ വിളിക്ക്. മോളെ ഉറുമേ, ഉറുമേ. മോളെ ഇതാരാ? അച്ഛനും ചേട്ടനും അകത്ത് പോ. ഇയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഗുണ്ടാത്തറവാന്റെ അകത്തളത്ത് വന്ന് എന്നെ കാണണമെന്ന് നെഞ്ചു വിരിച്ച് പറഞ്ഞ താൻ ആരാ? ഇവിടെ വരാൻ എന്ത് യോഗ്യതയാടാ തനിക്കുള്ളത്? ഉറുമേ, പണ്ട് നഴ്സറി സ്കൂളിൽ വെച്ച് നിന്നെ കെട്ടണമെന്ന് വാശി പിടിച്ച് നിന്നെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന കുഞ്ഞുമോനെ സ്ലേറ്റ് കൊണ്ട് തലക്കടിച്ചു. അവന്റെ തലയിൽ നിന്നും ചോര വാർന്നൊഴുകിയപ്പോ അത് കണ്ട് പൊട്ടിച്ചിരിച്ച എന്റെ ഉറുമയെ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഹായ്, എന്റെ ചീങ്കണ്ണി ഉണ്ണിയേട്ടൻ. അതെ, നിന്റെ മാത്രം ചിങ്കണ്ണി ഉണ്ണിയേട്ടൻ. എനിക്ക് സന്തോഷമായി. എന്നെ വിവാഹം കഴിച്ചാൽ ചേട്ടന്റെ എല്ലാ വിഷമങ്ങളിലും ദുരന്തങ്ങളിലും ഞാനും പങ്കാളിയായിരിക്കും. ഉറുമേ, എന്താ? അതിലെനിക്ക് ദുഃഖങ്ങളും വിഷമങ്ങളും ഒന്നുമില്ലല്ലോ. അതിനെന്താ? എന്നെ കല്യാണം കഴിച്ചാൽ അതൊക്കെ താനെ വന്നോളും. ഈശ്വരാ. ഉറുമേ, എന്താ? വിവാഹശേഷം ഞാൻ മരിച്ചു പോയാൽ നീ എന്ത് ചെയ്യും? ഞാൻ എന്റെ സഹോദരിയോടൊപ്പം ജീവിക്കും. ആട്ടെ, ഞാൻ മരിച്ചു പോയാലോ? ഞാനും അത് തന്നെ ചെയ്യും. എന്തോന്ന്? നിന്റെ സഹോദരിയോടൊപ്പം ജീവിക്കും. ഏ? ഉറുമേ, എന്താ ഉണ്ണീട്ടാ? നെഞ്ചക്ക പോലത്തെ നിന്റെ ചുണ്ടും പിച്ചാത്തി പോലുള്ള നിന്റെ മുഖം ഇടികട്ട പോലുള്ള നിന്റെ മുഖവും കാണുമ്പോൾ പിന്നെ നീ മൊത്തത്തിലൊരു വടിവാള് തന്നെ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. ഉണ്ണീട്ടാ, ഉറുമേ. ഉണ്ണീട്ടാ. സൗവർണവാടിയിൽ ഇന്നലെ നീ വന്നു, മാലേയ കുറിച്ചാർത്തി നാണം വിങ്ങും ചിരിവിരിഞ്ഞും. സൗവർണവാടിയിൽ ഇന്നലെ നീ വന്നു, മാലേയ കുറിച്ചാർത്തി നാണം വിങ്ങും ചിരിവിരിഞ്ഞും. പുഷ്യരാഗരത്നമാല മാറിൽ ചാത്തിയും, പുഷ്യരാഗരത്നമാല മാറിൽ ചാത്തിയും. എൻ പ്രിയേ നീ നടനമാടി, എൻ പ്രിയേ നീ നടനമാടി. സൗവർണവാടിയിൽ ഇന്നലെ നീ വന്നു, മാലേയ കുറിച്ചാത്തി നാണം വിങ്ങും ചിരിവിരിഞ്ഞും. സന്തോഷമായടാ. നിന്നെ പോലെ ഒരുത്തനെയാണല്ലോ എന്റെ മോൾ സ്നേഹിച്ചത്. എനിക്ക് സന്തോഷമായി. സന്തോഷിക്കാൻ വരട്ടെ. എന്താ എന്താ? മാർക്കറ്റിലുള്ള ഗുണ്ടാബാബു ഈ തറവാട് തകർക്കാൻ ആളെ അയച്ചിരിക്കുന്നു. ഈശ്വരാ. അയ്യോ, നമ്മളിനി എന്ത് ചെയ്യും? ആരാ ഉള്ളത് നമ്മളെ ഒന്ന് സഹായിക്കാൻ? നമ്മുടെ ഈ കൊട്ടേഷൻ തറവാട് തകരുമല്ലോ ഈശ്വരാ. ഇല്ല മായി, ഒരു
ഒരിക്കലുമില്ല. എന്റെ ഉറുമിക്ക് വേണ്ടി, ഈ തറവാടിന് വേണ്ടി അവന്മാരെ അടിച്ചു വരുന്ന ഞാനിതാ പോകുന്നു. മോനെ നീ എന്നെ തടയരുത്, മാറി നിൽക്ക്. ഗുണ്ടാബാബു അടക്കമുള്ള എല്ലാത്തിനെയും കൊന്ന് കൊല വിളിക്കും ഞാൻ. എനിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും തകർത്ത് കളയും ഞാൻ. ഒരൊറ്റ ഗുണ്ടമതി ഇവിടെ ഈ ഞാൻ. എന്റെ കൊട്ടേഷൻ ദൈവങ്ങളെ, എന്റെ മരുമോനെ കാത്തുകൊള്ളണേ. അയ്യോ അയ്യോ, ചതിച്ചല്ലോ. എന്താ പറ്റിയ? ഗുണ്ടാ ബാബുവിനെയും കൂട്ടരെയും നേരിടാൻ പോയ അങ്ങയുടെ മരുമകന്റെ തലയിൽ മുറ്റത്തെ തെങ്ങിലെ തേങ്ങ വീണു. ഈശ്വരാ, ഉറുമി, ആ മുറ്റത്തെ തെങ്ങിലെ തേങ്ങ ചതിച്ചു. പ്രകൃതിക്കും ജീവിതത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഏതൊരു കൊട്ടേഷൻ സംഘങ്ങൾക്കും ഇതൊരു പാഠമായിരിക്കും.